First of all, thank you so much for another session ഇവിടെ conduct ചെയ്തതിന്. I'm very sure it helped a lot of us, if not all. I have a question. I don't know if you have the answer to it because I may be wrong. But താങ്കൾ എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ emceeing and doing stage shows and hosting. And I'm assuming that you may have faltered somewhere down the line. If you don't mind, because a lot of us have issues thinking, okay, nammal ipo mistake cheyyuanengil, how will that be taken by others, or like we have that fear. So if you don't mind sharing an experience where you faltered and how you overcame that, because if Pearly Money could overcome it, so can we, right? Yeah. So another experience to share, and Pattuanengil, could you please? It'll be great. Thank you. Wonderful question. Nallൊരു കാര്യം കൊടുക്കാം. So ഞാൻ started very young. So ഡാഡിയുടെ കൂടെ ഇതേപോലെ നീലൂനെ ഇപ്പൊ ഞാൻ കൊണ്ടുവന്നില്ലേ, ഇതേപോലെ മമ്മി വീട്ടിൽ നിന്ന് ഇറക്കി വിടുമായിരുന്നു എന്നെയും. മാണി 2 എണ്ണം ഉണ്ട്, ഒരെണ്ണത്തിനെ കൊണ്ടുപോയി. അപ്പൊ ഡാഡി എന്നെ കൊണ്ടുപോവാ, മറ്റേത് കുഞ്ഞായിരുന്നല്ലോ. അപ്പൊ എന്നെയാണ് ഡാഡി എപ്പോഴും ക്ലാസ്സിനൊക്കെ കൂടെ കൊണ്ടുപോകുന്നത്. അപ്പൊ കുറച്ച് പ്രായമായപ്പോ ഒരു 8 years 7 years ഒക്കെ ആയപ്പോ ഡാഡിയുടെ സെഷൻസ്, ഞാൻ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ആണ് ഡാഡി അന്ന് ചെയ്തിരുന്നത് ലോൺ സ്ട്രോൺസി. അവിടെ വലിയ വലിയ ആൾക്കാർ, നിങ്ങളെ പോലത്തെ മെച്യൂർ ആയിട്ടുള്ള വലിയ ആൾക്കാരുടെ ഇടയിൽ ഞാനൊരു കൊച്ചായിട്ട് ഇരുന്നിട്ട് അറ്റൻഡ് ചെയ്യും. എനിക്കിതൊരു ബുക്കും പെന്നും ഒക്കെ ഉണ്ടാവും. അന്ന് ഡാഡി മാത്രമായിരുന്നില്ല ട്രെയിനേഴ്സ്, വേറൊരു അങ്കിളും കൂടി ഉണ്ടായിരുന്നു. ആ അങ്കിള് കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. ആ അങ്കിള് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആ അങ്കിളിന് ഡാഡിനെ ഇഷ്ടമല്ലായിരുന്നു തോന്നുന്നു കേട്ടോ. അപ്പൊ എന്നെ ഭയങ്കര ദേഷ്യത്തിലേ നോക്കും. ഞാൻ 7 വയസ്സ് 8 വയസ്സേ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ഡാഡിക്ക് കൂടുതൽ ശമ്പളം കൊടുത്തോണ്ടാണോ എന്നറിഞ്ഞൂടാ, എന്നെ എപ്പോഴും വഴക്ക് പറയുമായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര പേടി, ഈ അങ്കിള് സംസാരിക്കാൻ പറഞ്ഞാൽ എനിക്ക് പേടി. അപ്പൊ ഡാഡി ഇങ്ങനെ കാണിക്കും, നീ പോയി പിണ്ടിക്കോ എന്ന് പറയുന്ന പോലെ. അപ്പം ഐ ഫീൽ അന്ന് SSS എന്നൊരു കോൺസെപ്റ്റ് ആണ് അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഡാഡി അല്ല, അദ്ദേഹം. സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്, അതായത് SSS ഇതാണ് പഠിപ്പിച്ചത്. അപ്പൊ ഇത് എന്റെ അടുത്ത് ഇതിനെ കുറിച്ച് സ്റ്റേജിൽ വന്ന് പറയാൻ പറഞ്ഞു. എനിക്ക് SSS മറന്നു, എല്ലാം മറന്നു. ഞാൻ പേടിച്ചിട്ട്, എനിക്ക് ഇദ്ദേഹത്തിനെ കാണുമ്പോ പേടിയാ. സേ ഇറ്റ്, ഡോണ്ട് വേസ്റ്റ് ടൈം എന്നും കൂടി അയാൾ പറഞ്ഞു. എന്റെ അമ്മോ, ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. ഐ ലിറ്ററലി ക്രൈഡ്. ഞാൻ കൊച്ചല്ലേ, ഞാൻ പേടിച്ചു പോയി. പക്ഷെ ഡാഡി അവിടെ എന്നിട്ട് ചിരിച്ചു, ഡാഡി ക്ലാപ്പ് ചെയ്തു. അപ്പൊ എല്ലാരും ക്ലാപ്പ് ചെയ്തു. എന്നിട്ട് ഡാഡി എന്റെ അടുത്ത് പോയി സീറ്റിലിരുന്നോന്ന് പറഞ്ഞു. ഞാൻ പതുക്കെ പോയി സീറ്റിലിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. അപ്പൊ എന്റെ അടുത്തിരിക്കുന്ന ചേച്ചിമാരൊക്കെ പറയുന്ന കേൾക്കാം, അയാൾ എന്താ ഇങ്ങനെ കൊച്ചിനെ ഇങ്ങനെ അങ്ങനെ വരാം. അപ്പൊ എന്റെ മനസ്സിൽ ഓക്കെ. അപ്പൊ എല്ലാവർക്കും എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ, ബിക്കോസ് അത്രയും നേരം ഞാൻ വിചാരിച്ചത് എല്ലാവർക്കും എന്നോട് ദേഷ്യമായിരിക്കും, എല്ലാരും എന്നെയാണ് കുറ്റം പറയാന്ന് വിചാരിച്ചു. അതായത് ഇത് എന്തൊരു കൊച്ചാ, SSS അറിയില്ലേ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടെന്നാണ് എന്റെ കുഞ്ഞു മനസ്സ് വിചാരിച്ചത്. പക്ഷെ അടുത്തിരുന്നിട്ട് ചേച്ചിമാരൊക്കെ എന്നെ തടവിയിട്ട് പറഞ്ഞു, മോളെ കരയണ്ടോ, ആ അങ്കിൾ അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തെറ്റില് കുഴപ്പമില്ല എന്നുള്ളത്. അപ്പൊ ഇതെനിക്കൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഷെയർ ചെയ്യണം. ഡാഡി അതിനെ കുറിച്ച് പിന്നെ എന്റെ അടുത്ത് മിണ്ടിയിട്ടേ ഇല്ല, ബിക്കോസ് ഡാഡിക്ക് അറിയാം ഇതാണ് തനിയെ ഞാൻ എഴുന്നേക്കണം. ഡാഡി ഇപ്പോഴും ഇതിനെ കുറിച്ച് ഞാൻ ഡാഡി അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടില്ല. ബിക്കോസ് അത് ഡാഡി എന്നെ ഹെൽപ്പ് ചെയ്യാണ്ട് എന്നെ വിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് ഞാൻ തന്നെ ഡീൽ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. അന്ന് മാത്രം ഡാഡി കയറി നിന്ന് എന്തിനാണ് കൊച്ചുങ്ങൾ അങ്ങനെ ഒന്നും ബോധം. ബിക്കോസ് ലൈഫിൽ നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോ എപ്പോഴും നമ്മളെ റെസ്ക്യൂ ചെയ്യാൻ ആളുണ്ടെങ്കിൽ നമ്മൾ പാമ്പേർഡ് ആയി പോകും. കറക്റ്റ് അല്ലേ? അപ്പൊ നമ്മളെ പാമ്പർ ചെയ്യണ്ട. നാളെ സ്റ്റേജിൽ കയറുമ്പോഴായിരിക്കരുത് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് സ്റ്റേജിൽ കയറുന്നത്. പറ്റുമെങ്കിൽ വെറുതെ എവിടെയെങ്കിലും ഒരു സ്റ്റേജ് ഒക്കെ കണ്ടാൽ നിങ്ങൾ വെറുതെ കയറിയിട്ട്, അല്ലെങ്കിൽ ഒരു കല്യാണം നടക്കുമ്പോൾ അതിന്റെ ഇടയിൽ പോയിട്ട് ഹലോ എവറിബഡി, അപ്പൊ ഇതാണ് നമ്മുടെ വരനും വധു എന്നിട്ട് നിങ്ങൾ തന്നെ കയറി ഒരു ആങ്കറിങ് ചെയ്തു, ആരും ഇല്ലെങ്കിൽ അപ്പൊ എപ്പോഴും സ്റ്റേജ് കിട്ടുമ്പോൾ മേക്ക് ദാറ്റ് an opportunity to explore, because ഈ സ്വിമ്മിംഗ് പോലെയാണ് സ്റ്റേജ് ഫിയർ ഓവർകം ചെയ്യുന്നത്. സ്വിമ്മിംഗ്, കാർ ഓടിക്കുന്നത് ഒക്കെ പോലെയാണ്. ചെയ്താണ് നമ്മൾ പഠിക്കുക. അപ്പൊ ഒരു പ്രാവശ്യം ഫസ്റ്റ് ടൈം തന്നെ ഐ ഷുഡ് ബി ദ ബെസ്റ്റ് എന്ന് വിചാരിച്ചു വരുവാണെങ്കിൽ ഇറ്റ് മൈറ്റ് ബി എ ലിറ്റിൽ ഡിഫിക്കൾട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ആ ഒരു അലവൻസ് കൊടുത്താൽ പിന്നെ പ്രശ്നമില്ല. ഞാൻ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് വിചാരിച്ച സ്റ്റേജിൽ വരുമ്പോഴാണ് പ്രശ്നം. ഞാൻ ഇച്ചിരി മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാക്കണം, കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാക്കിക്കോട്ടാ എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞ പിന്നെ ഞാൻ തന്നെ എന്തായി എന്റെ ഡാഡിയുടെ പോലെ
എനിക്ക് എന്റെ ഡാഡി എങ്ങനെയാണോ ആ സ്പേസ് തന്നെ അതേപോലെ നിങ്ങൾക്ക് ആ സ്പേസ് കൊടുക്കാം. മിസ്റ്റേക്ക് പറ്റിയാൽ കുഴപ്പമില്ലടി, കുഴപ്പമില്ലടി. ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ തട്ടാം സ്റ്റേജിൽ നിന്നിട്ടേ, നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഇങ്ങനെ കുഴപ്പമില്ലടി, വിട്ടിടും, പോട്ടണം കുഴപ്പമില്ല കേട്ടോ.